കമ്പാരിറ്റീവ്ലി ഹയർ കോട്ട് ചെയ്തിരിക്കുന്നത് ആക്റ്റീവ് ഡിസൈൻസ് ആണ് ശരിക്കും. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹയർ കോട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഔട്ട്പുട്ട് ഞാൻ ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും, വർക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ല. ഒരു വീട് റെനോവേഷന് വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് സൈറ്റിൽ നോക്കിയിരുന്നു. അങ്ങനെയുള്ള എൻ്റെ റെഫറൻസുകൾ കുറേ ടീം വന്ന് ഡിസ്കഷൻ നടന്നു. അങ്ങനെ കുറേ ഡിസ്കഷൻ നടന്നു. നിയർലി 8 to 10 ടീം ഇവിടെ സെർച്ച് ചെയ്തതിൻ്റെ പേരിലും അവരുമായിട്ടുള്ള ഡിസ്കഷൻ്റെ പേരിലൊക്കെ ഇവിടെ വന്ന് എല്ലാ വീടും കണ്ട് കൊട്ടേഷനൊക്കെ തന്നു. ഔട്ട്പുട്ട് ഞാൻ ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും, വർക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ല. അതുപോലെ തന്നെ അവർ ചെയ്ത വർക്കുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോഴും എനിക്ക് പലപ്പോഴും പിക്ചറാണ് കാണിച്ചു തരുന്നത്. ആക്റ്റീവ് ഡിസൈൻസ് നിയറസ്റ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്ന 3 വർക്ക് നമ്മൾ പോയി കണ്ടിരുന്നു. ഞാനും കസിനും പോയി കണ്ട് അവരുടെ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ, അതിലാണ് സേവിയർ ആൻഡ് ടീം ആർക്കിടെക്റ്റ് ആക്റ്റീവ് ഡിസൈൻസിൻ്റെ മൊത്തം വർക്ക് ചെയ്ത കുറേ ലൊക്കേഷൻ എനിക്ക് തന്നു. അതിൽ ഞാൻ ഡയറക്റ്റ്ലി പോയിട്ട് എനിക്കത് കണ്ട് കൺവിൻസ് ആയതിന് ശേഷമാണ് ഇതിൻ്റെ ഫർദർ ഡിസ്കഷനിലേക്ക് പോയത്. എനിക്ക് കിട്ടിയിരിക്കുന്ന കൊട്ടേഷനിൽ 8-9 കൊട്ടേഷൻസ് വന്നതിൽ കമ്പാരിറ്റീവ്ലി ഹയർ കോട്ട് ചെയ്തിരിക്കുന്നത് ആക്റ്റീവ് ഡിസൈൻസ് ആണ് ശരിക്കും. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കാരണം അവരുടെ ഒരു ഡിസ്കഷനിലുണ്ടായിരുന്ന ക്ലാരിറ്റി, അവർക്കൊരു എങ്ങനെ പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പിന്നിന്ന വർക്കുകൾ ഇത്ര ഡേറ്റുകൾക്കുള്ളിൽ തീരും എന്ന് നമ്മൾ ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ തന്നിരുന്നു. നമുക്ക് ടോട്ടൽ ടെനർ എന്ന് പറയുന്ന ഇത്ര ദിവസമാണ്. ആ ഇത്ര ദിവസത്തിൽ ഇന്നിന്ന വർക്കുകൾ ഇത്ര ദിവസം കൊണ്ട് തീരും എന്ന രീതിയിൽ വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കും എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ കൊട്ടേഷൻ അഫോർഡബിൾ മീൻസ് മേ ബി കമ്പാരിറ്റീവ്ലി ഹയർ കൊട്ടേഷൻ ആണെങ്കിലും അഫോർഡബിൾ ആണ് ബേസ്ഡ് ഓൺ ക്വാളിറ്റി. ഇപ്പോൾ ഈ ലേഔട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓൾഡ് ഫാഷനിലുള്ള ലേഔട്ടൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് മാറ്റിയിട്ട് നമുക്ക് പുതിയത് ഇടുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി പലപ്പോഴും ഇതിന് മുമ്പേ വന്നവർക്ക് തരാൻ പറ്റിയില്ല. ഈവൻ നമ്മളുടെ സോഫയാണെങ്കിലും സെറ്റ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങൾ എവിടെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ TV യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതായാൽ പോലും എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി വന്ന 1-2 പേര് എനിക്ക് തന്ന സജഷൻസ് ഈ പാർട്ടീഷൻ, ഇപ്പോൾ ഹാളിൻ്റെ പാർട്ടീഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം സ്ക്വയർ പൈപ്പ് ഇട്ടിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ പാർട്ടീഷൻ എനിക്ക് സ്ക്വയർ പൈപ്പിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി കോസ്റ്റ് കുറവായിരിക്കാം, പക്ഷേ അതിനൊരു ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതിലൊരു ക്ലാരിറ്റി കുറവുണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഈവൻ ആഫ്റ്റർ സർവീസ് ആണെങ്കിൽ പോലും എനിക്കതിപ്പം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് റെനോവേഷൻ കഴിഞ്ഞിട്ട് ഉള്ള ചെറിയ റിക്വയർമെൻറ്റ്സ് പോലും അവർ കെയർഫുള്ളായിട്ട് കസ്റ്റമറിൻ്റെ നീഡിനനുസരിച്ച് ചെയ്തു തരുന്നുണ്ട്. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ആക്റ്റീവ് ഡിസൈൻ ടീം ആൻഡ് എൻറ്റയർ ക്രൂസ്.